നമസ്കാരം. നളിനൻ ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഇന്നത്തെ ഗൈഡൻസ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. King of Cups, Nine of Pentacles, Two of Cups, Three of Pentacles, Seven of Swords. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് സോർഡ്സിൻ്റെ കാർഡാണ്. നിങ്ങൾ കുറച്ച് നാളുകളായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്നായിരുന്നു. അതായത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കുറേ നാളുകളായിട്ട് നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലരിതൊരു ഒരു വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കാർ വാങ്ങുന്നതിനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറേ നാളുകളായി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഈ കാര്യം അതിൻ്റെ ഒരു പര്യവസാനം, അതായത് അതിൻ്റെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ചില ആളുകൾ നല്ലൊരു എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നല്ലൊരു ദിവസത്തിന് വേണ്ടി, നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ഹൗസ് വാമിങ് നടത്താനൊരു വണ്ടി വാങ്ങാനോ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും കൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെ ഇരുന്നാലും ഈ ഒരു കാര്യം ചെയ്യുന്നത് മൂലം നമുക്ക് കുറച്ച് സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാവും. ചില ആൾക്കാർ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് വന്നാലും നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റിയെന്നുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ആർഭാടത്തിനോടൊക്കെ കുറച്ചൊരു താല്പര്യം തോന്നാം. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് വിപുലമായിട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ ചില ആളുകളെ കാണുമ്പോൾ വളരെ എന്താണ് സെൻസിറ്റീവായിട്ട് പെരുമാറുന്നൊരു ദിവസമാണെന്ന്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും വളരെ എനർജറ്റിക് ആയിരിക്കും. അതുപോലെ എക്സ്പ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു ദിവസമായിരിക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആളുകൾ കൊള്ളാമെന്ന് പറയുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. 9 ഓഫ് വാണ്ട്സ് ആണ്. എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, അതായത് വളരെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ള നെഗറ്റീവ് ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും വളരെ കൂളായിട്ട് ഇന്ന് കുറേ ജോലികൾ ചിലപ്പോൾ ചെയ്തു തീർക്കാനുണ്ടാവും, ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. എല്ലാം വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എനർജിയാണ് എന്ന് കാണിക്കുന്നത്. ചില ആളുകൾക്ക് കുറേ കാര്യങ്ങൾ ഒറ്റ ടൈമിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ, അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല, വളരെ കൂളായിട്ട് ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ ഈ എനർജി പറയുന്നത്. 2 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അവരുമായി സൗഹൃദം പങ്കുവെക്കുവാനും പറ്റും. അതായത് ഇമോഷണലി വളരെ സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ
ഈ ഒരു മീറ്റിങ്ങിൽ കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്, എനർജി ചെലവഴിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി നമുക്കിന്നുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു വഴികാട്ടിയായിരിക്കും. ഇന്ന് നമ്മൾ പഠിച്ച് കണ്ടാൽ ഈ നമുക്ക് കിട്ടിയ ആശയത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറാനായിട്ടുള്ള ചാൻസ്. എന്താണോ നിങ്ങളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല എന്താണോ നിങ്ങൾക്കൊരു ആശയം ഡെവലപ്പ് ചെയ്യുന്നത്, അത് നമുക്ക് ഇനിയുള്ള നമ്മുടെ ലൈഫിലെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ചില ആളുകൾക്ക് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലർ സ്വന്തം മനസ്സിനെ ഇങ്ങനെ ഏകാന്തതയിലാക്കി, അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനും ഒക്കെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും ഒക്കെ മടിഞ്ഞിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലർക്ക് വേറെ പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് വഴി ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാമായിരിക്കാം. സ്റ്റക്കായി പോയി എന്നുള്ളൊരു തോന്നലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലായിരിക്കും അത്. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും തമ്മിലുള്ള അന്തരം കൊണ്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യാനാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.